ഹായ് ഗൈസ്, വെൽക്കം ടു കരിയർ ഫ്ലോ. ഇവര് നമ്മുടെ റീസെന്റ് ഓസ്കി വിന്നേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലോ അവരോട്, അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു, ഓവറോൾ എങ്ങനെയുണ്ടായിരുന്നു എന്ന്. അപ്പോൾ പേരെന്താ പറയൂ? ലിഷ. ചേച്ചിയുടെ അശ്വതി. ഓക്കെ. സോ ഹൗ വാസ് ദ ഓവറോൾ എക്സ്പീരിയൻസ്? ഇവിടെ നിങ്ങൾ വന്നിറങ്ങിയപ്പോ തൊട്ട് എങ്ങനെയുണ്ടായിരുന്നു കരിയർ ഫ്ലോ? നിങ്ങളെ എങ്ങനെയാണ് മൊത്തത്തിലൊന്ന് ഹെൽപ്പ് ചെയ്തത്? കരിയർ ഫ്ലോ അങ്ങനെ ഹെൽപ്പ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും ഇവിടെ വരുന്നത് വരെ ഒരു ഐഡിയ ഇല്ലായിരുന്നു എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്ന്. ജസ്റ്റ് നമ്മൾ ഓൺലൈൻ ട്രെയിനിങ് എടുത്ത് പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ ആയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു കോണ്ടാക്ട് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ തൊട്ട് നല്ലൊരു ഇതായിരുന്നു നമുക്ക് കിട്ടിയത്. ലൈക്ക് നമ്മുടെ പിക്കപ്പ് തൊട്ട് എല്ലാത്തിനും എന്ത് ഹെൽപ്പിനാണെങ്കിലും കൂടെ ഉണ്ടായിരുന്നു. എന്തും ചോദിക്കാൻ പറ്റും. ഓക്കെ. സോ നിങ്ങൾ ഇതിവിടെ വന്നേ പിന്നെ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട്, പഠിക്കണതിന്റെ ഭാഗമായിട്ട്, പ്രാക്ടിക്കൽ നോളജിന്റെ ഭാഗമായിട്ട് എന്തായിരുന്നു മെയിൻ ആയിട്ട് വരുന്ന ചാലഞ്ചസ്? നിങ്ങൾക്ക് എന്താണ് പാടായിട്ട് തോന്നിയത് പഠിക്കണ ഒരു കാര്യത്തില്? അത് മെയിൻലി കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. അപ്പോ നിങ്ങൾ അതെങ്ങനെയാ അതിൽ നിന്ന് നമുക്ക് ആക്സന്റ് പെട്ടെന്ന് ഇവിടുത്തെ ലാംഗ്വേജ് ഇവിടുത്തെ കിവി സ്ലാങ് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. എക്സാമിന് 1 വീക്ക് മുമ്പാണ് നമ്മളിവിടെ വന്നത്. അപ്പൊ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മള് ട്രാവൽ ചെയ്ത് വന്നതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു നമുക്ക്. പിന്നെ പക്ഷെ അതിവിടെ പറഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ കിവി ആക്ടേഴ്സും ന്യൂസിലാൻഡ് സിറ്റിസണും ഒക്കെ അങ്ങനെയൊക്കെ ഒത്തിരി പേരുണ്ടായിരുന്നു. അവരൊക്കെ ആയിട്ട് ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തായിരുന്നു. അപ്പൊ മാക്സിമം അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ ടെൻഷൻ അങ്ങ് മാറി ആ സമയത്ത്. ഇവരായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലായി. നിങ്ങൾ മിംഗിൾ ചെയ്ത് കഴിഞ്ഞപ്പോ ഓക്കെ, അതിനുള്ള ട്രെയിനിങ് തന്നു. കറക്റ്റ് കോൺഫിഡന്റ് ആയി നമ്മള്. ഓക്കെ. ഇവിടെ കുറെ പേർക്ക് ചോദിക്കാനുള്ള ഒരു ഡൗട്ടാണ്, ആദ്യമായിട്ട് കരിയർ ഫ്ലോ ആദ്യമായിട്ട് ട്രെയിനിങ് വരുന്നത് അല്ല, മൊത്തത്തിൽ തന്നെ കരിയർ ഫ്ലോ ഇല്ല. എൻ്റെ ഒരു അഭിപ്രായത്തില് നിങ്ങള് ജസ്റ്റ് ഒരു 2 വീക്ക് മുമ്പെങ്കിലും വരുവാണെങ്കിൽ നന്നായിരിക്കും. കാരണം എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് 1 വീക്ക് മുമ്പ് വന്നിട്ട് എനിക്ക് ഭയങ്കര ജെറ്റ് ലാഗും പിന്നെ ഭയങ്കരമായിട്ട് സിക്കായി പോയായിരുന്നു. സ്ലീപ്പ് ശരിയാവുന്നില്ല, ഫിസിക്കലി വീക്ക് ആവുകയൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ശരിക്കും നമ്മളൊരു ടെൻഷൻ പിടിച്ചൊരു ടൈമായിരുന്നു ആ ഒരു വീക്ക് എന്ന് പറയുന്നത്. നമുക്ക് എക്സാമിന് ടെൻഷനുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഹെൽത്ത് വീക്കായി. അപ്പൊ ഇച്ചിരി നേരത്തെ വരുവാണെങ്കിൽ നമുക്ക് കൊടുത്ത ക്ലൈമറ്റും നമുക്ക് കൊടുത്ത ലാംഗ്വേജും നമുക്കൊന്ന് ആക്ച്വലി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വെളിയിൽ ഇറങ്ങാനൊക്കെ നമുക്ക് പറ്റും. നമ്മളത് ജസ്റ്റ് വരുന്നതിന്റെ ഒരു പേടിയാണ്, നമുക്ക് പറ്റുമോ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. പക്ഷെ നമ്മളിവിടെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് ഇറങ്ങിയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കെല്ലാം ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാകും. ഓക്കെ. അപ്പൊ നിങ്ങൾ പറയുന്ന ആദ്യം കാണുന്ന ഒരു വലിയൊരു സംഭവം മാത്രമേ ഉള്ളൂ, അത് നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല അല്ലേ? ഓക്കെ. ഒളിഞ്ഞുള്ള ചോദ്യമാണ്, ഇവിടത്തെ ടീച്ചേഴ്സിനെ പറ്റിയുള്ള ചോദ്യമാണ്. കരിയർ ഫ്ലോയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടുത്തെ ടീച്ചേഴ്സിനെ പറ്റി തോന്നിയത്? അവരെങ്ങനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്തു? ഇന്ന സിനാറിയോസ് വരുമ്പോൾ എങ്ങനത്തെ രീതിയിൽ പറഞ്ഞു തന്നു? എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ടീച്ചേഴ്സ് എങ്ങനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്ക് ആക്ട് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും, നമുക്ക് അതുപോലെ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഏത് സമയം നമുക്ക് ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. എന്ത് നമുക്ക് ചോദിക്കാൻ ഭയങ്കര ഫ്രീ ആണ്. അതിപ്പോ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും രണ്ടും നമുക്ക് ഭയങ്കര ഒരു മടിയില്ലാണ്ട് ചോദിക്കാൻ പറ്റും. അതാണ്. ഓക്കെ. അപ്പോ അടുത്ത ചോദ്യം എന്താന്ന് വെച്ചാൽ, ഇനി അപ്കമിങ് സ്റ്റുഡൻസിന് അവരുടെ ഒരു ഓൺ സ്റ്റൈൽ ഉണ്ടാവുമല്ലോ ഓസ്കി എക്സാം പ്രിപ്പയർ ചെയ്യാനായിട്ട്. അതിന് നിങ്ങൾ എങ്ങനെ കാണുന്നു? എന്ത് അഡ്വൈസ് ആണ് നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാനുള്ളത്? ഓൺ സ്റ്റൈലിൽ തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും അതെ അല്ലെ? ഇത് കാണാപ്പാട് അല്ലെങ്കിൽ അങ്ങനെ പഠിച്ചിട്ടൊന്നും. ഓക്കെ. ഇനിയുള്ളത് മെയിൻ ചോദ്യം, കരിയർ ഫ്ലോ എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ മൊത്തത്തില്? എല്ലാം പറയാനുണ്ടെങ്കിൽ നമുക്ക് നമ്മള് ഇപ്പൊ ടെൻഷൻ ഫ്രീ ആയതൊക്കെ അതുകൊണ്ടാണ്. നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിരുന്നത് കൊണ്ട് നമുക്ക് പിന്നെ അതിനെപ്പറ്റി ആലോചിക്കേണ്ടി വന്നിട്ടില്ല. ഓക്കെ. അപ്പോ വേറൊരു ചോദ്യം, നിങ്ങൾ കരിയർ ഫ്ലോയും ബാക്കിയുള്ള കൺസൾട്ടൻസിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കരിയർ ഫ്ലോയിൽ എന്താണ് യൂണീക്ക് ആയിട്ട് തോന്നിയത്? ട്രെയിനിങ് ആണ്, കുറച്ചുകൂടെ ഫ്രണ്ട്ലി ട്രെയിനിങ് ആണ് അല്ലേ? വേറെ എന്താ ഉള്ളത്? പിന്നെ നമ്മുടെ ഈ ലാബ്
ലാബ് 24 hours ഓപ്പൺ ആണ് അല്ലേ? എപ്പോ വേണമെങ്കിലും പോയി പ്രാക്ടീസ് ചെയ്യാം. ആരോട് വേണമെങ്കിലും ഡൗട്ട് ചോദിക്കാം. ഹെൽപ്ഫുൾ ആയിട്ട് നല്ല മാം, ഒരു മാം ഉണ്ടല്ലോ, പേരെന്താ? നിമ്മി മാം. ഓക്കെ. ബാക്കിയുള്ള മാം നമുക്ക് എക്സാമിന്റെ തലേദിവസം വന്നിട്ട് തന്നെ ഒരു സപ്പോർട്ടും ഇതൊക്കെ കിട്ടും. എക്സ്ട്രാ എഫേർട്ട് ഇടുന്നുണ്ടല്ലേ? എല്ലാരും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും നിമ്മി മാം നമുക്ക് ഫേവറേറ്റ്